പിണറായി ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് കേരളം ആലോചിക്കണ്ടേ? അപ്പോൾ 2 തവണ മുഖ്യമന്ത്രിയായ പിണറായിക്ക് മാറി നിന്ന് പുതിയ ആളെ പരീക്ഷിക്കുന്നതിൽ എന്താ തടസ്സം? അത് അഭിപ്രായം പറയാൻ ആൾ വേണ്ട ഈ പാർട്ടിക്കകത്ത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, തുറന്ന അഭിപ്രായം പറയാൻ മടിക്കുന്ന ഒരു പാർട്ടിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിയിരിക്കുന്നു. ഈ അഭിപ്രായ സ്വാതന്ത്ര്യം മാത്രമല്ലല്ലോ പ്രശ്നം ആയിട്ട് വരുന്നത്. താങ്കൾ പുറത്തു വരുന്നത് വരെ അംഗീകരിച്ച പാർട്ടിക്കെതിരെ ഒരുപാട് വിമർശനങ്ങൾക്കിടയാക്കിയതാണ് കോർപ്പറേറ്റ് നയങ്ങളോടുള്ള ചോദ്യം ചെയ്യൽ, മറ്റ് വ്യവസായ താല്പര്യങ്ങളോടുള്ള ഇതെല്ലാം. അതിലെല്ലാം പാർട്ടി സമരസപ്പെട്ട് കഴിഞ്ഞു എത്രയോ ദശകങ്ങളായി. അത് പാർട്ടിയുടെ നയമോ പരിപാടികളോ ആയിട്ട് മാറിക്കഴിഞ്ഞു. പിന്നെ ഇന്ത്യയിലെ ഇന്നത്തെ പുതിയ സാഹചര്യത്തിൽ അങ്ങനെ അല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഭരണത്തിലിരുന്ന് മുന്നോട്ട് പോകാനും കഴിയില്ല. ആ ഒരു സ്ഥിതിയിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെ ഒരു യാന്ത്രികമായിട്ടുള്ള ഒരു വാദവും മറ്റ് സംഘടനാ രൂപവും ഒക്കെ കൊണ്ട് നിലനിൽക്കാൻ സാധ്യത വളരെ കുറവല്ലേ? അതിന് കുറച്ചുകൂടി വിശാലമായ വാതിലുകളും കുറച്ചുകൂടി നമ്മൾ പറയുന്ന സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടുകളും ഒക്കെ ഉള്ള ഒരു പാർട്ടിയായിട്ട് രൂപാന്തരപ്പെടേണ്ട സമയം അതിക്രമിച്ചില്ലേ? അല്ല, നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. അതിലെന്താന്ന് പറഞ്ഞാൽ, ഒരു നയമാറ്റം ഒരു പെട്ടെന്നുള്ളതാണെങ്കിൽ അത് വളരെ വേഗം ആളുകൾക്ക് തിരിച്ചറിയാനും അതിനെ പ്രതിരോധിക്കാനും സാധിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തെ നയമാറ്റം എന്ന് പറയുന്നത് വളരെ മെല്ലെയാണ്. സാധാരണ ഒരു ഉദാഹരണം പറയാറുണ്ട്, ഒരു ചൂടുവെള്ളത്തിൽ ഒരു തവളയെ പിടിച്ചിട്ടാൽ അത് ആ നിമിഷം പുറത്ത് ചാടും. ഒരു പച്ചവെള്ളത്തിൽ തവളയെ പിടിച്ചിട്ട് അത് മെല്ലെ ചൂടാക്കി വന്നാൽ ആ തവള അതിൽ മരിക്കും. കാരണം ചെറിയ ചൂടേറ്റ് അതുമായിട്ട് സമരസപ്പെട്ടു പോകും. ആ നിലയിൽ ചെറിയ ചൂടിൽ തവള ജീവിക്കുന്നത് പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെ ചെറിയ ചൂടുവെള്ളത്തിൽ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്നു എന്നൊരവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അതും ഈ അപജയത്തിൻ്റെ ഇതിൽ പെടുന്നതാണ്. മാറ്റം വേണ്ട എന്നാണ്, കാലാനുസൃതമായിട്ട് CPM അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാറേണ്ടതില്ല എന്നാണോ താങ്കൾ? അത് ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാം മാറ്റത്തിന് വിധേയമാണ് എന്നതാണ് മാർക്സിസം പറയുന്നത്. അപ്പോൾ എല്ലാത്തിനും കാലത്തിൻ്റെ മാറ്റം വേണം. ആ മാറ്റം എങ്ങനെ, എത്രത്തോളം, ഏത് നിലയിലേക്ക് എന്നതെല്ലാം പാർട്ടി കമ്മിറ്റികൾ, ഘടകങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടുന്ന ഒന്നാണ്. അപ്പം അങ്ങനെയല്ല വരുന്നത്. ഇതൊരു തീരുമാനം ചില ആളുകളെടുത്ത് അത് കീഴെ അടിച്ചേൽപ്പിക്കുന്ന നിലയിലേക്ക് വരിക. CPM പുറത്തു പോകുന്ന ആളുകൾ അവസാനം എത്തിച്ചേരുന്നത് UDF-ലാണ്. അത് MP ആകാൻ മുതൽ ഗൗരിയമ്മ, TP ചന്ദ്രശേഖരനായിക്കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ താങ്കൾ UDF-ന്റെ ഭാഗമല്ലെങ്കിൽ UDF-ന്റെ പിന്തുണയോടെ ജയിച്ചാണ്. എന്തുകൊണ്ടാണ് ഒരു ബദൽ, അല്ലെങ്കിൽ UDF അല്ലാത്ത കോൺഗ്രസ് രാഷ്ട്രീയമല്ലാത്തൊരു ബദൽ സാധ്യമല്ല? മുമ്പ് വളരെ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ജാഗ്രത പയ്യന്നൂർ എന്നുള്ള സാധനം അങ്ങനെ ഒരു ബദലായിട്ട്, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ലെവലിലുള്ള അങ്ങനെ ഒരു ഇടതുപക്ഷ ബദലായിട്ട് മാറാനുള്ള സാധ്യത എന്തെങ്കിലും ഉണ്ടോ? അത് ഈ കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. കേരളത്തിൽ CPM ആണ് ഏറ്റവും വലിയ കക്ഷി. അത് ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഒരു സംഘടന, പാർട്ടി എന്ന രീതിയിൽ നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പം അതിനെ എതിർത്ത് മറ്റൊരു ശക്തിക്ക് വളർന്നു വരാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ടെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് MBR-ൻ്റെ പ്രശ്നം നിങ്ങൾ പറഞ്ഞു, ഗൗരിയമ്മയുടെ പ്രശ്നം നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും നമ്മുടെ മുമ്പിലുണ്ട്. ഇങ്ങനെ പല ഗ്രൂപ്പുകളുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനൊന്നും ഇതിനെ മറികടന്ന് പോകാൻ സാധിക്കാത്തത്, ഒന്നതിൻ്റെ വേണ്ടത്ര നേതൃത്വമില്ലാത്തത്, 2 ഈ പാർട്ടിയെ വെല്ലുവിളിച്ച് പുതിയതൊന്ന് ശക്തിപ്പെടുത്താൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല കേരളത്തിലുള്ളത് എന്നതാണ്. അപ്പം അത് 2ഉം കൊണ്ടാണ് ഇത് സാധിക്കാതിരിക്കുന്നത്. പക്ഷേ ഇത് ഇങ്ങനെ ഈ പാർട്ടി പോയാൽ എല്ലാ കാലത്തും ഇത് നിലനിൽക്കും എന്ന് പറയാൻ കഴിയില്ല. കാരണം ഇതിനു മുമ്പില്ലാത്ത രീതിയിൽ കേരളത്തിൽ ഇപ്പം നിങ്ങൾ പറഞ്ഞ ഈ കുറേ സ്ഥലത്ത് പരാജയവും അതുപോലെ തന്നെ വോട്ടിൽ വലിയ ചോർച്ചയും ഒക്കെ ഉണ്ടായല്ലോ.
ഇത് തിരുത്താൻ തയ്യാറാകുന്നില്ലെങ്കിൽ ഇത് ശക്തിപ്പെട്ടു വരും. പ്രശാന്തേട്ടൻ ചോദിച്ച ചോദ്യത്തിൽ ഇതിലൊരു വിരോധാഭാസം ഉണ്ടല്ലോ. ഈ CPM-ന് ഇടതുപക്ഷ സ്വഭാവം പോരാ, അല്ലെങ്കിൽ വിപ്ലവം കുറഞ്ഞു പോയി എന്നുള്ള പരാതി ഉള്ളവരാണ് ഈ പറഞ്ഞ പേരുകളെല്ലാം അപ്പുറത്തേക്ക് UDF തീർത്തും വലതുപക്ഷമായ UDF-ലേക്ക് എത്തിച്ചേരുന്നത്. അപ്പൊ അതിലൊരു വിരോധാഭാസം തോന്നുന്നില്ലേ? തോന്നുന്നുണ്ട്. പക്ഷേ നിലനിൽപ്പാണ് വിഷയം. കേരളത്തിൽ ഇപ്പോൾ 2 മുന്നണിയേ ഉള്ളൂ. മൂന്നാമത്തെ ഒരു മുന്നണി ഇപ്പോൾ വളർന്നു വരുന്നുണ്ടെന്നുള്ളത് വേറെ കാര്യം. അത് ഇടതുപക്ഷത്തിൻ്റെ ദൗർബല്യത്തിലാണ് തീവ്ര വലതുപക്ഷം ശക്തിപ്പെടുന്നത്. അതുകൊണ്ട് അവർ ഇപ്പം ബംഗാളിൽ അധികാരത്തിൽ വന്നല്ലോ, കേരളത്തിലും അധികകാലം വേണ്ടി വരില്ല എന്ന് തന്നെയാണ്. പക്ഷെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ 2 മുന്നണിയാണ്. ആ മുന്നണിക്കപ്പുറം ഒരു പാർട്ടിക്കും നിലനിൽക്കാൻ കഴിയില്ല കേരളത്തിൽ. അപ്പോൾ എന്തെങ്കിലും കാരണത്താൽ വിഘടിച്ച് പുതിയ സംഘടന ഉണ്ടാക്കിയാൽ അവരുടെ നിലനിൽപ്പ് പ്രധാനമാണ്. ഇപ്പോൾ ചന്ദ്രശേഖരൻ്റെ കാര്യം നിങ്ങൾ പറഞ്ഞല്ലോ. ചന്ദ്രശേഖരനുള്ള കാലത്ത് ആദ്യഘട്ടത്തിൽ തന്നെ UDF-മായി ബന്ധപ്പെട്ടിരുന്നുവെങ്കിൽ ചന്ദ്രശേഖരൻ കൊല്ലപ്പെടുമായിരുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഒരുപടിയുണ്ട് ഇപ്പം കേരളത്തിൽ. അന്ന് ഒറ്റയ്ക്ക് നിന്നതുകൊണ്ടാണ് ഇങ്ങനെയെന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ പ്രത്യേകതക്കനുസരിച്ച് ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമായി നിൽക്കാതെ പിന്നെ സംഘടന രൂപീകരിക്കാതിരിക്കണം. പിന്നെ എല്ലാമായി സമരസപ്പെട്ട് നിലവിലുള്ളതുപോലെ പോകണം. അപ്പോൾ കേരളത്തിൻ്റെ ഒരു നിലവിലുള്ള പ്രത്യേകതയാണ്. ആ പ്രത്യേകത കണ്ടുകൊണ്ട് യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് പോകാനേ കഴിയൂ. ജനാധിപത്യം 2 പാർട്ടിയിലുണ്ടെങ്കിലും CPM-നകത്ത് ജനാധിപത്യം തുറന്നു പറയാൻ അവകാശമില്ലാത്ത നിലയിലേക്കും ജനാധിപത്യം തുറന്നു പറയാനും അതിനനുസരിച്ച് ഒരു നിലപാടിലേക്ക് പോകാനും കോൺഗ്രസിനകത്ത് അവകാശമുണ്ട് എന്ന നിലയിലേക്കും ഇപ്പോൾ കാര്യങ്ങൾ വിലയിരുത്തപ്പെടുകയാണ്. ഞാൻ അങ്ങനെ വിലയിരുത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ വിലയിരുത്താൻ നിർബന്ധിക്കപ്പെടുകയാണ്. കാരണം അവരെന്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അത് തുറന്നു പറഞ്ഞാലും പ്രശ്നം പരിഹരിക്കാൻ അവർക്ക് അവസാനം സാധിക്കുന്നു എന്നുള്ളിടത്തേക്ക് ആണ് കാര്യങ്ങൾ കാണുന്നത്. ഈ കേരള സമൂഹത്തിന് UDF-ൽ നിന്ന് വലിയ പ്രതീക്ഷകൾ ഇല്ല എന്നാണോ? അവരെന്ത് ചെയ്താലും പ്രശ്നമില്ല, LDF അല്ല, അങ്ങനെ ജനങ്ങളുടെ ചിന്തയുണ്ട് എന്നാ ഞാൻ പറഞ്ഞത്. അങ്ങനെയാണോ? അപ്പൊ 2 രീതിയിലാണ് ഇവരെ നോക്കിക്കാണുന്നത് ജനം. 2 രീതിയിൽ തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ ഈ 2 മുന്നണിയെയും അല്ലെങ്കിൽ 2 പാർട്ടികളെയും നോക്കിക്കാണുന്നത്. കോൺഗ്രസിനകത്ത് ഒരു ചെറിയ തെറ്റ് സംഭവിച്ചാലും അത് വലിയ പ്രശ്നമായി കേരളത്തിലെ ജനങ്ങൾ എടുക്കില്ല. പക്ഷേ CPM-നകത്ത് ഒരു ചെറിയ തെറ്റ് സംഭവിച്ചാലും അത് വലിയ പ്രശ്നമായി ജനങ്ങൾ എടുക്കും. അതാണ് ഈ കാലം അത്രയുള്ള അനുഭവം. അടിസ്ഥാന ജനാധിപത്യ രാഷ്ട്രത്തിലെ എല്ലാ കക്ഷികളും ഒരുപോലെയല്ലേ? അല്ല, അത് ഈ 2 പാർട്ടികളുടെ പ്രത്യേകത അനുസരിച്ചാണ്. മറ്റത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, ഇതൊരു വലതുപക്ഷ പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെങ്കിലും പാർലമെന്റ് ജനാധിപത്യത്തിലേക്ക് പോയിരുന്ന എല്ലാ കക്ഷികളെയും ഒരേപോലെയാണല്ലോ കാണേണ്ടത്. അപ്പൊ CPM-നെ മാത്രം നന്നാക്കുക അതല്ല CPM ഒരു കാരണവശാലും അങ്ങനെ ആയിക്കൂടാ എന്ന് ചിന്തിക്കുന്നവരാണല്ലോ വലിയ വിഭാഗം. അല്ല, അതിന് വലിയൊരു വൈരുദ്ധ്യം എന്ന് പറഞ്ഞാൽ CPM-ലെ ഏകാധിപത്യത്തോട് ജീർണതയോട് സമരം ചെയ്യുന്ന ആളുകൾ നേരെ പോയിട്ട് ഇപ്പൊ വരുന്നത് അതിൽ ജീർണമായിട്ടുള്ള അല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞു. അത് കേരളത്തിന്റെ പ്രത്യേകതയുടെ ഭാഗമായിട്ടാണ്. മറ്റും നിലനിൽക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് ഒരു കമ്മ്യൂണിസ്റ്റ് ബദൽ? അത് ചന്ദ്രശേഖരൻ നോക്കി RMP എന്ന് പറയുന്ന പാർട്ടി ഉണ്ടാക്കി, അത് RMP ആയി അഖിലേന്ത്യാ തലത്തിലൊക്കെ. അങ്ങനെ എന്തെങ്കിലും പ്ലാന് മനസ്സിലുണ്ടോ? അത് ഞാൻ നേരത്തെ പറഞ്ഞു. അങ്ങനെ ഒന്ന് വളരെ പെട്ടെന്ന് കേരളത്തിൽ നടപ്പാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. പക്ഷെ ഭാവിയിൽ രൂപപ്പെട്ടു വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രതീക്ഷ ഉണ്ടെങ്കിലല്ലേ എന്തെങ്കിലും നടക്കുകയുള്ളൂ. വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, ഈ പുതിയ സംഘടന രൂപീകരിക്കപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചെല്ലാം യോജിപ്പിൻ്റെ തലത്തിലേക്ക് പോവുക ഒരു പ്രശ്നമായി നിലനിൽക്കുന്നുണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. ഇപ്പം നക്സലായിട്ട് വിവിധ ഗ്രൂപ്പുകളായി മാറി, അതൊക്കെ ഇപ്പോൾ ദുർബലമായി പോയല്ലോ. അതുപോലെ ഒട്ടേറെ സന്ദർഭങ്ങളിൽ ഈ നിലയിലുള്ള പുതിയ കക്ഷികളൊക്കെ ഉണ്ടായി. അതെല്ലാം യോജിപ്പിൻ്റെ തലത്തിലേക്ക് വരാൻ ഇപ്പോഴും തയ്യാറായിട്ടില്ല. അപ്പോൾ അത് ഏതെങ്കിലും ഒരു കാലത്ത് വരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ ഏരിയ ആയിട്ട് കൊടുത്തിരിക്കുകയല്ല. കൊച്ചിയത്ത്, പയ്യന്നൂർ, കളിപ്പുറപ്പ്, പാലക്കാട്,
അവർക്ക് അതിൽ ഒരു സംതൃപ്തിപ്പെട്ടതായെന്ന് തോന്നുന്നു. അവിടെ വിപ്ലവം അവിടെ നടന്നാൽ മതി എന്നുള്ള രീതിയിൽ. അപ്പൊ അവർക്ക് അതിന് പുറത്തേക്കുള്ള ഒരു ഈ നേരത്തെ പറഞ്ഞ രീതിയിൽ CPM ബദൽ ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്ന അത് വലിയ എഫേർട്ടാണ്. അതിൽ നല്ല ചെറിയ സ്ഥലത്ത് ഒതുങ്ങിക്കൂടുന്നതാണ്. അല്ല, അതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു. ഇന്ന് CPM-നെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു പ്രസ്ഥാനം കേരളത്തിൽ ശക്തിപ്പെടുത്താൻ സാധിക്കുന്ന ഒരു സാഹചര്യമല്ല നിലവിലുള്ളത്. എല്ലാ കാലത്തും അങ്ങനെ നിൽക്കും എന്ന് കരുതേണ്ടതില്ല. താങ്കൾ ആദ്യം ദേശാഭിമാനിയുടെ കാര്യം പറഞ്ഞു. ഇപ്പോഴും ദേശാഭിമാനി വരുത്തുന്നുണ്ടോ വീട്ടിൽ? ഞാൻ ഒരു വർഷത്തെ വരിക്കാരനാണ് അതിൻ്റെ. അതുകൊണ്ട് അതിൻ്റെ കാലാവധി ദേശാഭിമാനി വരുന്നുണ്ട്. ഈ താങ്കളും ടി കെ ഗോവിന്ദനും ഒക്കെ വിവിധ ഇഷ്യൂ പുറത്തു ആക്കപ്പെടുന്നത്. പക്ഷേ ഈ മറ്റു രണ്ടുപേരും ഈ ഇലക്ഷനിൽ ജയിച്ച ജി സുധാകരനെയും എടുത്താലും പിന്നെ മത്സരിച്ച നമ്മുടെ പാലക്കാട് മത്സരിച്ച ഇദ്ദേഹത്തെ ടി കെ ശശി എടുത്താലും ഇവര് രണ്ടുപേരുടെയും കാര്യത്തിൽ ഇപ്പം ജി സുധാകരൻ 2 തവണ മന്ത്രിയായി, നിരവധി തവണ MLA ആയി. അതിനുശേഷം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പാർട്ടിയുടെ ഒരു പ്രായ പരിധിക്കനുസരിച്ച് അദ്ദേഹം മാറിയാണ്. വീണ്ടും അദ്ദേഹത്തിന് മത്സരിക്കണം എന്ന് പറഞ്ഞു. അതൊരു വല്ലാത്തൊരു പാർലമെന്ററി വ്യാമോഹമല്ലേ? അല്ല, മത്സരിക്കണമെന്ന് പറഞ്ഞിട്ടല്ല ആദ്യം അയാൾ പാർട്ടിയുമായി അകലുന്നത്. പാർട്ടി നേതൃത്വത്തിൻ്റെ ചില നിലപാടുകളിലുള്ള കടുത്ത പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് പാർട്ടിയിൽ നിന്ന് ഇങ്ങനെ മാറി പോകാനായിട്ട് സന്നദ്ധമായത്. അവസാനം അത് തെരഞ്ഞെടുപ്പിലേക്ക് എത്തിയെന്ന് മാത്രമേ ഉള്ളൂ. മത്സരിക്കാനുള്ള ഒരു അവസരം ഒരുക്കുകയായിരുന്നില്ലേ? അങ്ങനെ പറയാൻ കഴിയില്ല. അവസാന മത്സരരംഗത്തേക്ക് എത്തിയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ മത്സരരംഗത്തേക്ക് എത്തി അവിടുത്തെ ജനങ്ങൾ അയാളെ വിജയിപ്പിച്ചില്ലേ. UDF-ഉം BJP-യും എല്ലാം സഹായിച്ചാൽ സ്വാഭാവികമായിട്ടും ജയിക്കുമല്ലോ. ഈ ഇലക്ഷൻ റിസൾട്ട് വന്ന ദിവസം ടി കെ ഗോവിന്ദൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു കമന്റ് പറഞ്ഞിരുന്നു. പുള്ളി പറഞ്ഞു, ഈ ധർമ്മടത്തെ പിണറായി ഒരു 6-7 റൗണ്ട് പിറകിൽ പോയല്ലോ, ആ റിസൾട്ട് TV കണ്ടുകൊണ്ടിരുന്നപ്പോൾ പുള്ളി ചങ്കിടിച്ചു പോയി എന്ന് പറഞ്ഞു. താങ്കൾക്ക് അങ്ങനെ എന്തെങ്കിലും ചങ്കിടിപ്പ് തോന്നി വന്ന് ഈ ആ റിസൾട്ട് അത് കണ്ടപ്പോൾ, ധർമ്മടം റിസൾട്ട് കണ്ടപ്പോൾ? ഞാൻ അത് റിസൾട്ട് കണ്ടിട്ടേ ഇല്ല. ഞാൻ കൗണ്ടിങ് സ്റ്റേഷനകത്താണ്. കൗണ്ടിങ് സ്റ്റേഷനകത്ത് മറ്റ് മണ്ഡലങ്ങളുടെ ഒരു വിവരവും ഉള്ളിൽ കിട്ടുമായിരുന്നില്ല. ഞാൻ ഈ കൗണ്ടിങ് കഴിഞ്ഞ് പുറത്തിറങ്ങിയതിന് ശേഷമാണ് ധർമ്മടത്തെ വോട്ടെണ്ണലിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അല്ല, സർപ്രൈസ് ആക്കിയോന്ന് വെച്ചാൽ പിന്നീട് കേരളത്തിലാകെ UDF-നുണ്ടായിട്ടുള്ള മുന്നേറ്റവും അതൊക്കെ താരതമ്യപ്പെടുത്തുമ്പോൾ അത്രത്തോളം അതിശയിക്കേണ്ട കാര്യം പിന്നീട് ഉണ്ടാകുന്നില്ല. ആ സമയത്താണെങ്കിൽ ചിലപ്പോൾ ഉണ്ടായേക്കാം. ഇപ്പോൾ ഗോവിന്ദ മാഷ് പിണറായിക്ക് കൈ കൊടുത്തിട്ടാണ് സത്യപ്രതിജ്ഞയ്ക്ക് പോയത്. ഞാനൊന്ന് പിണറായിയെ വിഷ് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ അയാളൊരു മുഖം തരുന്ന നിലയിലായിരുന്നില്ല. അപ്പൊ അത് രണ്ടും വിഷയമാണ്. താങ്കൾ അങ്ങോട്ട് പോയി കൈ കൊടുക്കാനാണ് ഞാൻ വിഷ് ചെയ്ത് മാത്രമേ. അല്ല, അതെന്തുകൊണ്ട് അങ്ങനെ ഒരു പ്രതികരണം വന്നത് പിണറായിയിൽ നിന്ന്? അല്ല, രണ്ട് രീതിയിലുള്ള പ്രതികരണം വരാൻ കാരണം എന്താണ്? രണ്ടാളും ഒരേ അതിനുള്ള കാരണം എൻ്റെ മനസ്സിലുണ്ട്, പക്ഷെ ഞാനതിപ്പോ പറയുന്നില്ല. അല്ല, ജനത്തിനൊക്കെ വലിയ താല്പര്യമുള്ള ഒരു കാര്യമാണ്. രണ്ടുപേര് കണ്ണൂരിൽ നിന്ന് പിണറായി വിളിച്ച് ജയിച്ചു വന്നു. എൻ്റെ മനസ്സിൽ അതിനെ സംബന്ധിച്ചുള്ള കാരണങ്ങളുണ്ട്, പക്ഷെ അതിപ്പോൾ ഞാൻ പറയുന്നില്ല. ഈ കണ്ണൂരിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ സദാരയിച്ചതുപോലെ ഉരുക്ക് കോട്ടയാണ്, അവിടെ തോറ്റു. പല കാരണങ്ങളുണ്ട്. താങ്കൾ 2026 ജനുവരി വരെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ ഭാഗമായിരുന്ന ഒരാളാണ്. ഈ തിരഞ്ഞെടുപ്പില് കണ്ണൂർ ജില്ലയിലെ CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടായ ലാപ്സസ് എന്തൊക്കെയാണ്? അതായത് ഒബ്വിയസ്ലി താങ്കൾ പറഞ്ഞ മധുസൂദനൻ അല്ലായിരുന്നുവെങ്കിൽ താങ്കൾ മത്സരിക്കില്ലായിരുന്നു. ടി കെ ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ട്, PK ശ്യാമള അല്ലായിരുന്നെങ്കിൽ അദ്ദേഹം മത്സരിക്കില്ലായിരുന്നു. മറ്റു പലയിടത്തും തോറ്റിട്ടുണ്ട്. എന്താണ് അതിന്റെ മറ്റ് ലാപ്സസ് എന്തൊക്കെയാണ് താങ്കൾ കാണുന്നത്? എൻ്റെ വിഷയവും ഗോവിന്ദ മാഷ വിഷയവും രണ്ടാണ്. എൻ്റെ വിഷയം പാർട്ടിക്കുള്ളിൽ നടന്ന സാമ്പത്തിക ക്രമക്കേട്, ധനാപഹരണം, ഇതാണ് ഞാൻ ഉയർത്തിയത്. ഗോവിന്ദ മാഷ് ഉയർത്തി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വജനപക്ഷപാതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിലപാടാണ്. ഇനി ഏതായാലും പാർട്ടിക്കുള്ളിലെ അപജയമാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. ആ അപജയം തിരുത്തണം എന്നാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. അല്ല, ഞാൻ സ്പെസിഫിക് ആയിട്ട് ചോദിക്കാം. ഞാൻ ചോദിച്ചത് ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിലും ഓരോ മണ്ഡലത്തിലും ഓരോ കാരണമാണ്. അപ്പോൾ
അവിടെ തന്നെ പറയുന്നുണ്ട് ഒരുപക്ഷെ പേരാവൂർക്ക് കെ ശൈലജ മാറിയില്ലായിരുന്നെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ പറയുന്നുണ്ട്. അല്ലെങ്കിൽ പിണറായി മത്സരിക്കാതിരുന്നെങ്കിൽ കേരളത്തിൽ ഒട്ടാകെ അതിൻ്റെ ഒരു ഗുഡ് ഇഫക്റ്റ് ഉണ്ടാകുമായിരുന്നു എന്ന് പറയുന്നത്. കണ്ണൂർ ജില്ലയിലെ എന്തൊക്കെ തിരുത്താമായിരുന്നു എന്നാണ് താങ്കൾ കരുതുന്നത്? അല്ലാതെ ഞാൻ പറയുന്നത് മൊത്തത്തിലുള്ള കാര്യം മാത്രമാണ്. മൊത്തത്തിലുള്ള കാര്യം പാർട്ടിക്കുള്ളിൽ അപജയങ്ങൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് തിരുത്തണം. ജനങ്ങളുടെ വിശ്വാസം ആർജിക്കണം. ആ ജനങ്ങളുടെ വിശ്വാസം ആർജിക്കത്തക്ക രീതിയിലുള്ള സമീപനമല്ല ഇപ്പോഴും പാർട്ടി സ്വീകരിക്കുന്നത്. പയ്യന്നൂരിൽ ഈ ആരോപണ വിധേയനായ വ്യക്തിയെ തന്നെ സ്ഥാനാർത്ഥിയാക്കണം എന്ന നിർബന്ധ ബുദ്ധി എന്തിനു വേണ്ടിയാണ്? അത് അയാൾ മാറ്റിയിരുന്നുവെങ്കിൽ പയ്യന്നൂരിൽ ഒരു സംഘടനാ പ്രശ്നം ഉണ്ടാവില്ലല്ലോ, ഈ പരാജയം ഉണ്ടാകുമായിരുന്നില്ലല്ലോ. ഒരു താങ്കൾ പറഞ്ഞപ്പോ താങ്കൾ മത്സരനായിരുന്നെങ്കിൽ ഇല്ലെങ്കിൽ മത്സരിക്കായിരുന്നായിരുന്നു. അതിന്റെ അർത്ഥം പാർട്ടിയുടെ മറ്റ് ജീർണതകളൊക്കെ അംഗീകരിച്ചു കൊടുക്കുകയാണ്. അംഗീകരിക്കുക എന്നുള്ളതല്ല, അതിനെതിരെയുള്ള പോരാട്ടം തുടർന്നും നടത്തും. അതിനെതിരെയുള്ള പോരാട്ടം തുടർന്നും നടത്തും. ഇത് ഈ തെരഞ്ഞെടുപ്പ് രംഗാണ്. ഈ തെരഞ്ഞെടുപ്പ് രംഗത്തുള്ള വിഷയങ്ങളെക്കുറിച്ചാണ് അത് ഞാൻ സൂചിപ്പിച്ചത്, എൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പോൾ ഇയാളല്ല മറ്റൊരാളായിരുന്നുവെങ്കിൽ ഞാൻ മത്സരിക്കുമായിരുന്നില്ല. ചിലപ്പോൾ ബി കെ ശ്യാമളയല്ല തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥി എങ്കിൽ ഗോവിന്ദ മാഷ് മത്സരിക്കുമായിരുന്നില്ല. അത് അയാളും വ്യക്തമാക്കിയ കാര്യമാണ്. പക്ഷേ ഇതുകൊണ്ട് ഇതെല്ലാം ഇതുമായി സമരസപ്പെട്ടു പോകുന്നു എന്നൊന്നും കരുതേണ്ടതില്ല. പാർട്ടിക്കുള്ളിൽ ആ സമരം തുടരേണ്ടതുണ്ട്. പയ്യന്നൂരിലെ മധുസൂദൻ അല്ല മത്സരിച്ചിരുന്നതെങ്കിൽ CPM ജയിക്കുമെന്നാണ് താങ്കൾ കരുതുന്നുണ്ടോ? സ്വാഭാവികമായിട്ടും ജയിക്കും. കാരണം ഇത്രയധികം വോട്ട് ചോർച്ച ഉണ്ടാകില്ല. അനിൽ ആദ്യം ചോദിച്ചതിന്റെ കുറച്ചുകൂടി സ്പെസിഫിക്കലി ചോദിക്കുക, പിണറായി വിജയൻ ഇത്തവണ മത്സരിച്ചില്ലായിരുന്നുവെങ്കിൽ LDFന്റെ ഒരു ഫേറ്റ് വേറെ ആകുമായിരുന്നു? അത് ചിലപ്പോൾ മാറുമായിരുന്നു. ഇതിലൊക്കെ എനിക്കുള്ളൊരു വിമർശനം, ഇപ്പോൾ പാർട്ടി നേതൃത്വത്തിലേക്ക് വരുന്നവർക്ക് ഒരു പ്രായപരിധി നിശ്ചയിച്ചു, 75 വയസ്സ്. ആ പ്രായപരിധി നിശ്ചയിച്ചാൽ അതിൽ ഉറച്ചു നിൽക്കണ്ടേ? പിന്നെന്തിനാ അതിൽ എക്സംഷൻ കൊടുക്കുന്നത്? അത് പാർട്ടിക്കകത്ത് പറ്റില്ല എന്ന് പറയുമ്പോൾ ഭരണതലത്തിൽ പറ്റുമെന്ന് പറയാൻ പറ്റുമോ? പാർട്ടി പ്രവർത്തനം സാധാരണഗതിയിൽ നിസ്വാർത്ഥമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ പാർട്ടി തലത്തിൽ 75 കഴിഞ്ഞവർക്ക് പ്രവർത്തിക്കാൻ പാടില്ല, പറ്റില്ല എന്ന് തീരുമാനിക്കുകയാണ്. അപ്പോൾ ഭരണതലത്തിൽ അത് പറ്റുമോ? അപ്പം അങ്ങനെ തീരുമാനിക്കുന്ന അതേ ഘടകം തന്നെയാണ് അപൂർവം ചിലർക്ക് എക്സംഷൻ നൽകുന്നത്. ആ എക്സംഷൻ ഒഴിവാക്കിക്കൂടെ? ഈ പാർട്ടിക്കകത്ത് ഒരാളില്ലേ? അപ്പോൾ ഒരു തീരുമാനം എടുത്താൽ അത് നടപ്പാക്കാൻ നേതൃത്വത്തിന് സാധിക്കണം. അവിടെ എക്സംഷൻ പാടില്ല. ഈ എക്സംഷൻ ഇതും നേരത്തെ പറഞ്ഞതുപോലെ പല പ്രീണനത്തിനും ഒക്കെ ഇടയാക്കുന്നതാണ് ഇതുപോലുള്ള കളവുകൾ. അതുകൊണ്ട് പിണറായി മത്സരിച്ചില്ലെങ്കിൽ മാറുമായിരുന്നോ എന്നതല്ല, തുടർച്ചയായ ഭരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് പാർട്ടിയെ ദൂഷിപ്പിക്കും. കവി സച്ചിദാനന്ദൻ അത് പറഞ്ഞപ്പോൾ വലിയ രീതിയിൽ പാർട്ടി നേതാക്കന്മാർ അയാളുടെ മേക്കിട്ട് കയറി. അതൊരു വസ്തുതയാണ്. അത് ബംഗാളിൻ്റെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. ഇന്നിപ്പോൾ സച്ചിദാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, ഇ ഡി അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM നടത്തിയ ആക്രമം. സച്ചിദാനന്ദൻ അത് ആദ്യം പറയുന്നത് ഞങ്ങളുടെ ഇതേ പ്ലാറ്റ്ഫോമില്. അപ്പോൾ ഇത് സച്ചിദാനന്ദൻ്റെ മാത്രം അഭിപ്രായമല്ല, ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ അഭിപ്രായമുണ്ട്.